സ്ട്രെസ് മാനേജ്മെൻറ്റ്. നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരമാകുമ്പോഴും അല്ല ഡേ ടൈമും എല്ലാം പലപ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്, എന്നിരുന്നാലും നിങ്ങൾക്ക് പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ? ഈവനിങ് ആകുമ്പോൾ ഫുൾ എനർജി ഡൗൺ ആയതുപോലെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് നിങ്ങളുടെ ബ്രെയിൻ ഓവർ സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് ബ്രെയിൻ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരു 100-200 മീറ്റർ ഓടുന്നതിനേക്കാൾ എനർജി വേണം ഒരു ചെസ്സ് കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനോ അല്ല ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇനി അക്കൗണ്ട്സ് ഫീൽഡിലുള്ള വ്യക്തിയാണെങ്കിൽ ഒരു അക്കൗണ്ട്സ് കറക്റ്റാക്കി ചെയ്യാൻ വേണ്ടി ഒക്കെ. ഇനി ഐ ടി ഫീൽഡിലുള്ള വ്യക്തിയാണെങ്കിൽ ഐ ടി റിലേറ്റഡ്, പ്രോഗ്രാമിംഗ് റിലേറ്റഡ് കാര്യങ്ങൾക്ക്, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യേണ്ടി വരും. ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡാകുന്നു. ഒരു വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ സ്ട്രെസ്സ് ബ്രെയിനിൽ വരുമ്പോഴാണ് ടയർഡ്നെസ് ഉണ്ടാകുന്നത്. ഇനി ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി ബോഡി ഫിറ്റാണെങ്കിൽ ഒരു പരിധിവരെ ഇത് സ്ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇനി ബോഡിയും ഫിറ്റല്ല, കൃത്യമായി വ്യായാമം ചെയ്യുന്നില്ല, കൃത്യമായി വെള്ളം കുടിക്കുന്നില്ല, ബോഡിയും വീക്കാണെങ്കിൽ നിങ്ങൾ ചെറുതായി സ്ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് വളരെ വലിയൊരു സ്ട്രെയിനായി അനുഭവപ്പെടുകയും പെട്ടെന്ന് ടയർഡാവുകയും ചെയ്യുന്നു.